ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നാണെങ്കിൽ രാവിലെ നമ്മൾ മടി പിടിച്ചിരിക്കുന്ന സമയത്തെ പെട്ടെന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ പെട്ടെന്ന് ഈസി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. റവ വെച്ചിട്ടാണ്. ഞാൻ 2 കപ്പ് റവ എടുക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് തൈര്, പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് ആവശ്യത്തിന് റവയൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് അടിച്ച ബാറ്റർ ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നത് ബേക്കിംഗ് സോഡയാണ്. കുറച്ച് മതിയാവും. ഒരു ചെറുതായിട്ട് അപ്പോൾ ഒന്ന് നല്ല സോഫ്റ്റായിട്ടും ഒന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഒരു ഫ്രൈ പാനിലോട്ട് കുറച്ച് കടുക് ഒന്നിട്ട് കൊടുത്ത് അത് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ചെറിയ ജീരകം, പിന്നെ ഉഴുന്ന പരിപ്പുണ്ടല്ലോ, ഉഴുന്ന പരിപ്പും എരിവിന് ആവശ്യത്തിന് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇടിച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് സവോളയോ ഉള്ളിയോ ആഡ് ചെയ്ത് കൊടുക്കുക. സവോളയാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതിട്ടിട്ട് അതൊരു താളിപ്പിന് വേണ്ടിയിട്ട് ആ ബാറ്ററിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ആ താളിപ്പ് എല്ലാം കൂടി ഇങ്ങനെ ഒഴിച്ച് മിക്സ് ചെയ്ത് നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ്, ക്യാരറ്റോ ബീട്രൂട്ടോ എന്തെങ്കിലും ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഞാൻ പാലപ്പച്ചട്ടി ഉണ്ടല്ലോ, പാലപ്പച്ചട്ടിയിൽ കുറച്ചേറെ എണ്ണ ഒഴിക്കണേ. എന്നിട്ട് 2 തവി കട്ടിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. അത് പരത്താനൊന്നും നിൽക്കണ്ട, കട്ടിക്ക് തന്നെ നന്നായി ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഈസി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ അപ്പം രാവിലെയോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. നല്ല സോഫ്റ്റാണ്, നല്ല പഞ്ഞി പോലെ ഇരിക്കും. നമ്മൾ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടുകൊണ്ട് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം.